ഇവിടെ വലിയൊരു യൂണിവേഴ്സിറ്റിയിൽ സീറ്റ് കിട്ടുന്നതിനായി എൻട്രൻസ് എക്സാം നടത്തുന്നു. അതിൽ ചോദിച്ചിരിക്കുന്ന ഓരോ ചോദ്യവും ഓരോ IT കമ്പനിയിൽ ചോദിക്കുന്ന ലെവലിലാണ്. ഈ റൗണ്ടിൽ ചോദിച്ചിരിക്കുന്ന എല്ലാ ചോദ്യത്തിനും ഈ കൊച്ചുകുട്ടി ശരിയുത്തരം എഴുതുന്നു. എഴുതി കഴിഞ്ഞ് അവിടെ വെച്ച് തന്നെ എല്ലാ പേപ്പേഴ്സും വെരിഫൈ ചെയ്യുന്നു. എന്നിട്ട് അടുത്ത റൗണ്ട് വേറൊരു ബിൽഡിംഗിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്. അവിടെ വരുമ്പോൾ ഒരു പെൻസിലും ഒരു എറേസറും മാത്രം കൊണ്ടുവരണം, അല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈ ചെയ്യുമെന്ന് ടീച്ചർ പറയുന്നു. അത് കേട്ടിട്ടും ഒരു കുട്ടി പോലും ഒന്നും ചോദിക്കാതെ സൈലന്റ് ആയിരിക്കുന്നു. പക്ഷെ ഇവൻ മാത്രം ഒരു പെൻസിൽ മാത്രമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന്റെ മുന്നേ ഒഴിഞ്ഞാൽ ഷാർപ്നർ നിങ്ങൾ തരുമോ എന്ന് ചോദിക്കുന്നു. അതിനാ ടീച്ചർ അത് ഞങ്ങൾ തരുമെന്ന് പറഞ്ഞ് അടുത്ത റൗണ്ടിലേക്ക് സെലക്ട് ആയവരുടെ പേര് വായിക്കുന്നു. നോക്കുമ്പോൾ അതിൽ ഇവന്റെ പേര് മാത്രമാണുള്ളത്. അപ്പോഴാണ് ഇവൻ ഒഴിക്കാൻ ബാക്കിയുള്ളവരെല്ലാം ഫെയിൽ ആയി എന്ന് അറിയുന്നത്. അങ്ങനെ അവൻ അടുത്ത റൗണ്ട് നടക്കുന്ന ബിൽഡിംഗിലേക്ക് പോകുന്നു. ആ ബിൽഡിംഗിൽ ഇതിനു മുമ്പ് നടത്തിയ റൗണ്ടിൽ സെലക്ട് ആയ കുട്ടികൾ ഇരിക്കുന്നു. പക്ഷേ ഈ റൗണ്ടിൽ ആരും സംസാരിക്കാൻ പാടില്ലെന്ന് ഒരു റൂൾസ് പറയുന്നു. അതറിയാത്ത ഒരു പെൺകുട്ടി സംസാരിച്ചതും ഉടനെ തന്നെ അവളെ പുറത്താക്കുന്നു. അപ്പോൾ ഇവൻ ഷാർപ്നർ വേണമെന്ന് ആക്ഷൻ കാണിക്കുന്നു. അത് കണ്ട ടീച്ചർ അവന് ഷാർപ്നർ കൊടുക്കുന്നു. അവൻ പെൻസിൽ ഷാർപ്പ് ചെയ്ത് എക്സാം എഴുതാൻ തുടങ്ങുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്പൺ ചെയ്തപ്പോൾ അതിൽ ചോദിച്ചിരിക്കുന്നതിന് ആർക്കും ഉത്തരം അറിയില്ല. ഇവൻ ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളായി വായിച്ചു നോക്കുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഫസ്റ്റ് പേജിലെ ചോദ്യത്തിന് ഉത്തരം ലാസ്റ്റ് പേജിലും ലാസ്റ്റ് പേജിലെ ചോദ്യത്തിന് ഉത്തരം ഫസ്റ്റ് പേജിലും കിടക്കുന്നു. അത് കണ്ടുപിടിച്ചതും അവൻ പെട്ടെന്ന് തന്നെ എക്സാം എഴുതുന്നു.